السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويطوف عليهم علمان لهم كأنهم لؤلؤ مكنون وأقبل بعضهم على بعض يتساءلون قالوا إنا كنا قبل في أهلنا മുഷ്ഫിഖീൻ. ബഹുമാന്യരായ പണ്ഡിത ശ്രേഷ്ഠരെ, ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ പരലോകത്ത് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ബർക്കത്തുള്ള ഒരു മജ്ലിസായി ഈ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഏറ്റവും സന്തോഷകരമായ ഒരു സദസ്സിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വലിയ സ്ഥാപനത്തിൻ്റെ വലിയ ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന, ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മഹത്തായ ഈ സ്ഥാപനത്തിൻ്റെ കോൺവൊക്കേഷൻ പരിപാടിയിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചത് സർവശക്തനായ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുകയും അൽഹംദുലില്ലാ അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം ഇതിൻ്റെ സംഘാടകർ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ, രക്ഷിതാക്കൾ, കുട്ടികൾ എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഓരോ മാതാപിതാക്കളും അവരുടെ കുട്ടികളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ല, അടുത്ത നേരം എൻ്റെ മക്കൾക്ക് എന്താണ് ഭക്ഷണം കൊടുക്കുക എന്ന് ആശങ്കപ്പെടുന്ന ഒരൊറ്റ കുടുംബവും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നില്ല എന്നെനിക്കറിയാം. നമ്മളൊക്കെ പട്ടിണിയിൽ നിന്ന് മുക്തരായ, സാമ്പത്തികമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവരാണ്. പക്ഷേ വർത്തമാനകാലത്ത് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ വലിയ ആശങ്കകൾ നമുക്കുണ്ട്. നമ്മുടെ മക്കൾ പലപ്പോഴും ചുറ്റുഭാഗത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അപകടകരമായ പല വർത്തമാനങ്ങളിലും നമ്മുടെ മക്കളെ പോലത്തെ മക്കളുടെ ചിത്രങ്ങളൊക്കെ പത്രങ്ങളിലും ടി വികളിലുമൊക്കെ കാണുമ്പോൾ നെഞ്ചു പൊട്ടിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അള്ളാഹുവേ ഞങ്ങളുടെ കുട്ടികളെ കാക്കണമേ. മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, നിരീശ്വരവാദങ്ങളുടെ, വൃത്തികെട്ട ലൈംഗികതയുടെ, തീവ്രവാദത്തിൻ്റെ അപകടകരമായ വഴിയിലേക്ക് നമ്മുടെ കുട്ടികളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ ഒട്ടനവധി സംവിധാനങ്ങളും സന്നാഹങ്ങളും ആളുകളുമുള്ള കാലത്ത് നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികളായി തന്നെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളോട് കരുണ കാണിക്കുന്ന, നമുക്ക് താങ്ങാവുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നാളെ സ്വർഗത്തിലും നമ്മുടെ കൂടെ ജീവിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന സ്വാലിഹായ മക്കളായി നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പടച്ച തമ്പുരാനോട് ഓരോ വക്തിലും നെഞ്ചുരുകിക്കൊണ്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഈ ലോകത്ത് കൺകുളിർമ നൽകുന്ന, സന്തോഷം നൽകുന്ന, മനസ്സിന് സമാധാനം നൽകുന്ന, നാളെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ജീവിക്കാൻ അവസരം ലഭിക്കുന്ന നല്ല മക്കളെ, നല്ല കുടുംബങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി നൽകണമേ എന്ന് റബ്ബിനോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ എവിടെ വെച്ചൊക്കെയോ നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികളല്ലാതായി മാറിപ്പോകുന്നുണ്ട്. നമ്മൾ പറയുന്നത് അനുസരിക്കാതെ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളോട് ദേഷ്യം പിടിക്കുന്ന, നമ്മുടെ ഉപദേശങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത, നമ്മുടെ കൂടെ ഇരിക്കാൻ ഇഷ്ടപ്പെടാത്ത, എന്തൊക്കെയോ വേണ്ടാത്ത ദുസ്വഭാവത്തിൻ്റെ സൂചനകളുമായി നമ്മുടെ കുട്ടികൾ വഴിമാറിപ്പോകുന്നത് പലപ്പോഴും നമ്മളെ സങ്കടപ്പെടുത്താറുണ്ട്. അത്തരം സന്ദർഭങ്ങളിലാണ് ഇതുപോലത്തെ സ്ഥാപനങ്ങൾ,
നമ്മുടെ മക്കളെ ധാർമ്മികതയുടെയും സദാചാരത്തിൻ്റെയും ദീനിൻ്റെയും സ്വർഗത്തിൻ്റെയും വഴിയിൽ നമ്മുടെ മക്കളെ ചേർത്ത് നിർത്താൻ ഉപകരിക്കുന്ന പഠനത്തിൻ്റെയും ബോധത്തിൻ്റെയും അതുപോലെ തന്നെ നല്ല സംരക്ഷണത്തിൻ്റെയും നല്ല പാതകൾ തുറക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവേണ്ടത് വർത്തമാനകാലത്ത് ഏറ്റവും അനിവാര്യമായ ഏറ്റവും നിർബന്ധമായ ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. ആ വിഷയത്തിൽ നമുക്ക് ആർക്കും ഒരു തർക്കവുമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നതും കഠിനാധ്വാനം ചെയ്യുന്നതും നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. നമ്മൾ വിശപ്പ് സഹിച്ചും നമ്മുടെ മക്കൾക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലെ പല ചെറുപ്പക്കാരും വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ അവരോട് നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? പലപ്പോഴും ഭക്ഷണം കഴിക്കാതെ, നല്ല വസ്ത്രങ്ങൾ ധരിക്കാതെ, നന്നായിട്ട് കിടന്നുറങ്ങാൻ പറ്റാതെ 18-20 മണിക്കൂറൊക്കെ കഠിനാധ്വാനം ചെയ്യുമ്പോൾ അവരോട് നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത്രമേൽ കഷ്ടപ്പെടുന്നത്? അപ്പോൾ അവർ പറയാറുണ്ട്, നമ്മുടെ മക്കൾ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. നമ്മുടെ ജീവിതം കഷ്ടപ്പാടിൻ്റെ ജീവിതമാണെങ്കിലും നമ്മുടെ കുട്ടികൾ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും അധ്വാനിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മക്കൾ കഷ്ടപ്പെടാതിരിക്കാൻ, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, അവർ വേദനിക്കാതിരിക്കാൻ നമ്മൾ എന്തോരമാണ് അവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനൊരിക്കൽ ഒരു വിദേശയാത്രക്ക് വേണ്ടി എയർപോർട്ടിലേക്ക് യാത്ര പോവാണ്. അപ്പൊ എനിക്കൊരു സുഹൃത്തിനെ കിട്ടി, ക്രിസ്ത്യാനിയായ ക്രിസ്തുമത വിശ്വാസിയായ ഒരു നല്ല സഹോദരൻ. അദ്ദേഹത്തിന്റെ കാറിൽ ഞാനും കയറി. ഞങ്ങൾ ഒരുമിച്ചാണ് വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടത്. പരസ്പരം സംസാരിച്ച് വിമാനത്താവളത്തിൽ 1 മണിക്കൂർ നേരത്തെ എത്തി. 3 മണിക്കൂർ മുമ്പാണ് എത്തേണ്ടത്. ഞങ്ങൾ 4 മണിക്കൂർ മുമ്പെത്തി. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ചെറുപ്പക്കാരിയായ ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. 7 വയസ്സും 5 വയസ്സും പ്രായമായ 2 കുസൃതികളായ ആൺകുട്ടികൾ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. എയർപോർട്ടിൽ നേരത്തെ എത്തിയപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കുറെ സമയം ബാക്കിയുണ്ട്, നമുക്ക് കുറച്ചു നേരം കുടുംബത്തിന്റെ കൂടെ ഇവിടെ ഇരിക്കാം. അദ്ദേഹം പറഞ്ഞു, വേണ്ട, നമുക്ക് എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കയറാം, ഇവര് പോയിക്കോട്ടെ വീട്ടിലേക്ക്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനിയും കുറെ സമയമില്ലേ? അദ്ദേഹം പറഞ്ഞു, സാരല്ല, ഇവര് മടങ്ങിപ്പോയിക്കോട്ടെ. അദ്ദേഹത്തിന്റെ ട്രോളിയും ഉന്തി ആ എയർപോർട്ടിന്റെ ഗേറ്റിലേക്ക് നടന്നു. മനസ്സില്ലാ മനസ്സോടെ ഞാനും അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്നു. ഞങ്ങൾ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സെക്യൂരിറ്റിക്കാരുടെ മുമ്പിലെത്തിയപ്പോ പിന്നിൽ നിന്ന് പപ്പ പപ്പ എന്ന് വിളിക്കുന്ന ആ കുട്ടികളുടെ ശബ്ദം ഞാൻ കേട്ട്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ അവിടെ സ്റ്റീലിന്റെ ചെറിയ ബാറുകളുണ്ട്. ആ കമ്പികളിൽ പിടിച്ചു കയറി അതിസാഹസികമായി ആ കൊച്ചുകുട്ടികൾ അവരുടെ പപ്പയെ വിളിച്ച് കൈവീശി യാത്രയാക്കാനുള്ള ഒരുക്കത്തിലാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ തൊട്ടടുത്ത് കരഞ്ഞ് ഒരു കർച്ചീഫ് കൊണ്ട് കണ്ണൊക്കെ തുടച്ച് അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പുറത്ത് ഇങ്ങനെ കൊട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ മക്കൾ നിങ്ങളെ വിളിക്കുന്നുണ്ട്, ഒന്ന് ആ മക്കളെ ഒന്ന് തിരിഞ്ഞു നോക്കി അവർക്കൊന്ന് ടാറ്റ കൊടുത്താൽ അവർക്ക് സമാധാനമാവും. പക്ഷെ അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല. ആ മക്കൾ വിളിക്കുന്നത് അദ്ദേഹം കേൾക്കാത്തത് പോലെ വിമാനത്താവളത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. എനിക്ക് അദ്ദേഹത്തോട് വെറുപ്പ് തോന്നി. ഇനി എത്ര കാലം കഴിഞ്ഞാണ് ആ മക്കൾ അദ്ദേഹത്തെ ഒന്ന് കാണുക? അദ്ദേഹത്തിന് ആ മക്കളെ ഒന്ന് നോക്കിക്കൂടായിരുന്നോ? ആ മക്കളോട് ഒന്ന് ബൈ പറഞ്ഞുകൂടായിരുന്നോ? അദ്ദേഹം ഉള്ളിലേക്ക് കയറിയപ്പോ ഞാൻ ആ കുട്ടികൾക്ക് നേരെ കൈവീശി അവരോട് യാത്ര പറഞ്ഞ് ഞാനും വിമാനത്താവളത്തിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് ഒരൊറ്റ കരച്ചില്, പച്ചമുള പൊട്ടുന്നത് പോലെ അദ്ദേഹം പൊട്ടി പൊട്ടി കരഞ്ഞു. എനിക്കെന്നെ മനസ്സിലായില്ല എന്തിനാ അദ്ദേഹം കരയുന്നത്. കരച്ചിലൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദെ, കഴിഞ്ഞ 15 ദിവസമായി ഈ കരച്ചിൽ എൻ്റെ കണ്ണിലിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. എൻ്റെ മക്കളെ കാണുമ്പോ, എൻ്റെ ഭാര്യയെ കാണുമ്പോ എനിക്ക് കരച്ചിലിങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ കരയുന്നത്, ഞാൻ സങ്കടപ്പെടുന്നത് എൻ്റെ മക്കൾ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അവരുടെ മുമ്പിൽ കരയാതെ ഞാൻ അങ്ങനെ കടിച്ചു പിടിച്ചു നിന്നതാണ്. എൻ്റെ കുട്ടികൾ ഇപ്പോൾ എന്നെ വിളിച്ചത് ഞാൻ കേട്ടു, എൻ്റെ മക്കൾ എന്നെ വിളിച്ചത് ഞാൻ കേട്ടു. പക്ഷേ തിരിഞ്ഞു നോക്കിയാൽ ഞാൻ കരഞ്ഞു പോകും. എൻ്റെ മക്കളുടെ മുഖത്തേക്ക് നോക്കിയാൽ ഞാൻ കരഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ അവരെ നോക്കാതിരുന്നത്. നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ, ഞാൻ കരയുന്നതോ എൻ്റെ കണ്ണ് നിറയുന്നതോ എൻ്റെ മക്കൾ കാണുന്നത് എനിക്കിഷ്ടമല്ല.
നോക്കൂ നിങ്ങൾ, സ്വന്തം കരച്ചിലും സന്തോഷവും പോലും സ്വന്തം കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ആയിരക്കണക്കിന് മാതാപിതാക്കൾ ജീവിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാ കഷ്ടപ്പെടുന്നത്? നമ്മുടെ കുടുംബം പട്ടിണി കിടക്കാതിരിക്കാൻ, നമ്മുടെ കുടുംബത്തിന് പ്രയാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, നമ്മുടെ കുടുംബത്തിന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ. അവർക്ക് പാർക്കാൻ നല്ല വീട് വേണം, അവർക്ക് സഞ്ചരിക്കാൻ നല്ല വാഹനം വേണം, അവർക്ക് നല്ല ഭക്ഷണം വേണം. അതൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ സംസാരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള് നല്ല ക്ഷമയോടുകൂടി ഒന്ന് കേൾക്കേണ്ടതുണ്ട്. സത്യത്തിൽ നമ്മുടെ കുടുംബത്തിലെ ഒരു കുട്ടി പോലും ഒരു സെക്കൻഡ് പോലും വേദനിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. നമ്മുടെ കുടുംബത്തിലെ ഒരാൾ പോലും ഒരു ഇത്തിരി നേരം പോലും വിശന്നിരിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. നമ്മുടെ കുടുംബത്തിലെ ഒരാളുടെ ജീവിതം പോലും ഒരിത്തിരി പ്രയാസകരമാകുന്നത് നമുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ആ കുടുംബത്തിന്റെ ഭാവി ശോഭനമാകുവാൻ വേണ്ടി നമ്മൾ അത്യധ്വാനം ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ കുടുംബത്തിന്റെ ഭാവി എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണ്ടേ. ഇവിടെ ഇപ്പൊ നമ്മൾ പഠിപ്പിച്ച് നന്നായിട്ട് പണം കൊടുത്ത് വലിയ ഡിഗ്രിയൊക്കെ വാങ്ങി നമ്മുടെ കുട്ടിക്ക് നല്ല ഒരു ജോലിയും വരുമാനവും ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ ആ ജോലിയിലും ആ വരുമാനത്തിലുമൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കും. എത്ര കാലം ജീവിക്കും? ഒരു 500 കൊല്ലം ജീവിക്കോ? വേണ്ട. ഒരു 250 കൊല്ലം ജീവിക്കോ? ഒരു 100 കൊല്ലം ജീവിക്കോ? ഇല്ലല്ലോ. ഈ ഭൂമിയിലെ ജീവിതം എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, എത്ര പണമുണ്ടെങ്കിലും, എത്രയൊക്കെ ഉണ്ടെങ്കിലും അത് എത്രമാത്രം നശ്വരമാണ് എന്ന് നമ്മളെല്ലാവരും കാണുന്നില്ലേ? ഇന്ന് രാവിലെ ഒരു സുഹൃത്തെനിക്ക് ഒരു 2 ചിത്രങ്ങൾ അയച്ചു തന്നു. 14 വയസ്സും 15 വയസ്സും പ്രായമുള്ള നല്ല കാണാൻ സൗന്ദര്യമുള്ള 2 കൊച്ചു മിടുക്കന്മാരുടെ ചിത്രങ്ങൾ. ആ ചിത്രത്തിനു താഴെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് കുറിച്ചു വച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിൽ പേടിയോടുകൂടി ആ വാർത്ത വായിച്ച് കേരളത്തിലെ ഒരു ഹിഫ്ള് സ്ഥാപനത്തിൽ നിന്ന് സിയാറത്തിന് വേണ്ടി പുറത്തുപോയ ഒരു ടീമിലെ 14ഉം 15ഉം വയസ്സുള്ള 2 മക്കൾ വെള്ളത്തിൽ വീണ് മരിച്ചിരിക്കുന്നു. ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് ആ ഫോട്ടോ അയച്ചു തന്നത്. അല്ലെ, ഞാനിങ്ങനെ ആലോചിച്ച്, പഠിക്കുവാൻ വേണ്ടി മക്കളെ വീട്ടിൽ നിന്ന് സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ച ഈ 2 കുട്ടികളുടെ വീട്ടിലേക്ക് ഇന്ന് വൈകുന്നേരം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ആ മയ്യത്തുകൾ ആ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ, ആ കുട്ടിക്ക് ജന്മം നൽകിയ അവന്റെ ഉമ്മയുടെ, അവന്റെ ഉപ്പയുടെ മനസ്സിന്റെ തീയ് അതെത്രമാത്രം ചൂടേറിയതായിരിക്കുമെന്ന് ഞാൻ വെറുതെ ആലോചിച്ചു. നമ്മളൊക്കെ നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു സംഗതിയുണ്ട്. നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ കുടുംബത്തിന്റെ ഭാവി നന്നാവണമെന്ന് ആഗ്രഹിക്കുമ്പോൾ സത്യത്തിൽ അത് ഈ ദുന്യാവിലെ ഭാവിക്കപ്പുറം നാളത്തെ പാരത്രിക ലോകത്തെ നമ്മുടെ മക്കളുടെ ഭാവിയാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത്. ഈ ലോകത്ത് 20, 30, 40, 50, ഒരുപക്ഷെ 60, 70 കൊല്ലം നമ്മുടെ കുടുംബത്തിന് ജീവിക്കേണ്ടി വന്നേക്കാം. എന്നാൽ അതിനപ്പുറം ഒരിക്കലും അവസാനിക്കാത്ത മരണമില്ലാത്ത പരലോകത്ത് നമ്മുടെ കുടുംബം കഷ്ടപ്പെടാതിരിക്കാൻ, നമ്മുടെ മക്കൾക്ക് വേദനിക്കാതിരിക്കാൻ, നമ്മുടെ കുടുംബം പട്ടിണി കിടക്കാതിരിക്കാൻ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കൊരു കുടുംബത്തെ തന്നപ്പോ അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. അല്ലെ, ഇപ്പൊ നമ്മളോട് ചോദിക്കുക, നിങ്ങൾക്കൊരു കുടുംബമുണ്ടോ? ഉണ്ട്. ആരൊക്കെയുണ്ട്? എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് മക്കളുണ്ട്, എനിക്ക് മാതാപിതാക്കളുണ്ട്, എനിക്ക് സഹോദരന്മാരുണ്ട്, എനിക്ക് ഭദ്രമായ ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ഞാൻ അവർക്ക് വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ഞാൻ അവർക്ക് വരുമാനത്തിന്റെ മാർഗമുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ഞാൻ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് പറയാനുണ്ടാവും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഒരു കുടുംബത്തെ തന്നപ്പോ അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ കുടുംബത്തോട്, ഓരോ മാതാപിതാക്കൾക്കും അവരുടെ കുടുംബത്തോടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഭക്ഷണം കൊടുക്കലോ, വസ്ത്രം കൊടുക്കലോ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കലോ, വീടുണ്ടാക്കി കൊടുക്കലോ ഒന്നുമല്ല. അതൊക്കെ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളാണ്.
ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്താ അറിയോ? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള മനുഷ്യന്മാരെ, സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള മനുഷ്യന്മാരെ, മുഅ്മിനീങ്ങളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, ഖൂ അൻഫുസകും, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കണം, ജാഗ്രതയോടെ, അപകടത്തിൽപ്പെടാതെ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ ഓരോരുത്തരും കാത്തു സൂക്ഷിക്കണം. ഖൂ അൻഫുസകും, നിങ്ങളുടെ ഓരോരുത്തരും നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണം. വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. അല്ലാഹ് ഏൽപ്പിക്കട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. അള്ളാഹുവിന്റെ വാക്കാണ്. യാ അയ്യുഹല്ലദീന ആമനു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ, യാ അയ്യുഹല്ലദീന ആമനു എന്ന് കേൾക്കുമ്പോ നിങ്ങൾ ചെവിയോർത്ത് നിൽക്കണം. കാരണം അതിനുശേഷം അള്ളാഹുവിന് നിങ്ങളോട് എന്തോ ഒരു വലിയ കാര്യം പറയാനുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങളെ വിളിച്ചത്. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ച ശേഷം അള്ളാഹു തആല നമ്മളോട് പറയുന്ന വാക്കെന്താ അറിയോ? ഖൂ അൻഫുസകും, ഖൂ അൻഫുസകും, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശരീരത്തെ കാത്തുകൊള്ളണം. എന്റെ ശരീരത്തെ ഞാൻ കാത്തുകൊള്ളണം, സൂക്ഷിക്കണം, സംരക്ഷിക്കണം. നിങ്ങളുടെ ശരീരത്തെ നിങ്ങളും കാത്തു സൂക്ഷിക്കണം. വാഹിലീക്കും, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. നാറൻ, തീയിൽ നിന്ന്. ഏതാണ് ആ തീയെന്നറിയോ? വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ തീ കത്തുന്ന ഇന്ധനം. നമ്മൾ കുറെ തീ കണ്ടിട്ടുണ്ട്. പെട്രോളിയം കൊണ്ട് കത്തുന്ന തീയുണ്ട്, മണ്ണെണ്ണ കൊണ്ട് കത്തുന്ന തീയുണ്ട്, വിറക് കൊണ്ട് കത്തിക്കുന്ന തീയുണ്ട്. പക്ഷേ മനുഷ്യനെയും കല്ലുകളെയും ഇന്ധനമാക്കി കത്തിക്കുന്ന തീ, ആ തീയിന്റെ ഇന്ധനം ഒന്ന് മനുഷ്യരാണ്, മറ്റൊന്ന് കല്ലുകളാണ്. മനുഷ്യനും കല്ലുകളും ഇന്ധനമാക്കി കത്തിക്കപ്പെടുന്ന ആ നരകത്തിന്റെ തീയിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരായുസ്സും ഒരു കുടുംബത്തെയും തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മളും നമ്മുടെ കുടുംബവും നരകത്തിൽ വീണു പോകാതിരിക്കാൻ, ആ നരകത്തിന്റെ കടുത്ത ശിക്ഷയിലേക്ക് നമ്മുടെ കുടുംബത്തിലെ ഒരാൾ പോലും വീണു പോകാതിരിക്കാൻ ജാഗ്രതയോടുകൂടി നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന്റെ നേതാവാണ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫുൽ ഖൽഖാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ സൃഷ്ടിയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നാളെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുമ്പോ ആദ്യമായി വലത് കാലെടുത്തു വെച്ച് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം കിട്ടുന്ന വ്യക്തിയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഉയർന്ന സ്ഥാനമുള്ള വ്യക്തിയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകൻ തന്റെ ജീവിതത്തിൽ തന്റെ ജീവനോളം സ്നേഹിച്ചയാളാണ് പ്രവാചകന്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ വിളിക്കുന്നുണ്ട്, യാ ഫാത്തിമ ബിനത്തി മുഹമ്മദ്, മുഹമ്മദിന്റെ മോളെ ഫാത്തിമ, മുഹമ്മദിന്റെ മകളെ ഫാത്തിമ. ആ ഫാത്തിമയെ വിളിച്ച് ചേർത്തു പിടിച്ച് ഫാത്തിമയുടെ മൂർത്താവിൽ ഉമ്മ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമയോട് പറഞ്ഞ ഒരു ഉപദേശമുണ്ട്. ഒരൊറ്റ ബാപ്പയും ഉമ്മയും ആ ഉപദേശം മറന്നു പോകരുത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നെഞ്ചോട് ചേർത്തു പിടിച്ച് അവരുടെ മൂർത്താവിൽ ഉമ്മ വെച്ച് സ്നേഹത്തോടുകൂടി അവരുടെ കണ്ണുകളിലേക്ക് നോക്കി അവരോട് പറയാൻ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു ഉപദേശം തൻ്റെ പ്രിയപ്പെട്ട മകളോട് അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, യാ ഫാത്തിമ ബിനത്തി മുഹമ്മദ്, മുഹമ്മദിന്റെ മോളെ ഫാത്തിമ, അൻഖിദി നഫ്സകി മിനന്നാർ, അൻഖിദി നഫ്സകി മിനന്നാർ. മോളെ, ഞാൻ നിന്റെ ബാപ്പയാണ്, നിന്റെ ഭർത്താവ് അലിയാറാണ്, മക്കള് ഹസനും ഹുസൈനാരുമാണ്, ആരും മോശക്കാരല്ല. പക്ഷെ മോളെ,
അള്ളാഹുവിന്റെ അടുക്കൽ, പടച്ച റബ്ബിന്റെ അടുക്കൽ ജീവിതത്തിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോ നിനക്ക് വേണ്ടി ഇടപെടാൻ, നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഈ ബാപ്പക്ക് അധികാരം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് മോളെ, നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് നീ തന്നെ കാത്തുരക്ഷിക്കണം കേട്ടോ എന്ന് മക്കളോട് പറഞ്ഞ പ്രവാചകൻ ആ മകളോട് റസൂൽ പറയുന്നുണ്ട്, മോളെ നിനക്കെന്തെങ്കിലും പണം വേണമോ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഭൗതികമായത് ആവശ്യമുണ്ടോ, ഈ ബാപ്പയോട് ചോദിച്ചോ, ബാപ്പ വാങ്ങിത്തരും. പക്ഷേ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ നിനക്ക് വേണ്ടി ഒരു വാക്കുപോലും പറയാൻ ഈ ബാപ്പക്ക് അധികാരം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അങ്കിദി നഫ്സകി മിനന്നാർ, നിന്റെ ശരീരത്തെ നീ തന്നെ നരകത്തിൽ നിന്ന് കാത്തോളണം. എന്റെ മുമ്പിലിരിക്കുന്ന മുഴുവൻ ആളുകളോടും, പുരുഷന്മാരോടും സ്ത്രീകളോടും മുതിർന്നവളോടും കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിന്റെ കോടതിയിൽ നമ്മൾ ഓരോരുത്തരും ഒറ്റക്കാണ് നിൽക്കുക. നമ്മുടെ വിചാരണ നമ്മളോട് മാത്രമായിരിക്കും. നമ്മുടെ കർമ്മങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് നമ്മൾ മാത്രമായിരിക്കും. ആ ഉത്തരത്തിൽ നമ്മളെ സഹായിക്കാൻ ആരോരും അവിടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഞാൻ നരകത്തിൽ പോകാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണോ അത് ഞാൻ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ സ്വർഗത്തിൽ പോവാൻ എന്തൊക്കെ ചെയ്യണമോ അത് ഞാൻ ചെയ്തിരിക്കണം. ഞാൻ 2 വട്ടം സുബഹി നിസ്കരിച്ചാൽ ഒരു നിസ്കാരത്തിന്റെ കൂലി എനിക്കും ഒരു നിസ്കാരത്തിന്റെ കൂലി എൻ്റെ കുടുംബത്തിനും കിട്ടൂല. ഞാൻ നിസ്കരിച്ചാൽ എനിക്കേ കിട്ടൂ. ഞാൻ 10 റുപ്യ ദാനം ചെയ്താൽ 5 റുപ്യന്റെ കൂലി എനിക്കും 5 റുപ്യന്റെ കൂലി എൻ്റെ കുടുംബത്തിനും കിട്ടൂല. അതെനിക്കേ കിട്ടൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. സ്വർഗമെന്നത് അള്ളാഹുവിന്റെ ആ വലിയ പ്രതിഫലമാണ്. അതിലേക്ക് എത്തിപ്പെടാൻ അവനവൻ തന്നെ അധ്വാനിക്കേണ്ടതുണ്ട്, അവനവൻ തന്നെ പണിയെടുക്കേണ്ടതുണ്ട്, അവനവൻ തന്നെ കഷ്ടപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസക്കും, അവനാന്റെ തടി അവനാൻ കാത്തുകൊള്ളണം കേട്ടോ. അവനാന്റെ തടി അവനാൻ കാക്കണം. ഞാൻ നിസ്കരിക്കണം, ഞാൻ നോമ്പ് നോൽക്കണം, ഞാൻ സക്കാത്ത് കൊടുക്കണം. എൻ്റെ ബാപ്പ നല്ല മനുഷ്യനായിരുന്നു, അതുകൊണ്ട് പരലോകത്ത് എനിക്കെന്ത് ഉപകാരമാണ്. എൻ്റെ ഉമ്മ സാത്വികയായ ഒരു സ്ത്രീയായിരുന്നു, അതുകൊണ്ട് പരലോകത്ത് എനിക്കെന്ത് നേട്ടമാണുള്ളത്. എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ പണിയെടുക്കണം, ഞാൻ അധ്വാനിക്കണം, ഞാൻ അമലുകൾ ചെയ്യണം, ഞാൻ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലേക്ക് നടക്കണം. അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കണം. അതാണ് ഒന്നാമത്തെ റബ്ബിന്റെ കൽപ്പന. ഖൂ അൻഫുസക്കും, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശരീരത്തെ കാത്തുരക്ഷിക്കണം. രണ്ടാമത്തേത് വാഹിലീക്കും, നിങ്ങളുടെ കുടുംബത്തിലെ, നമ്മൾ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ ഒരാൾ പോലും നാളെ നരകത്തിന്റെ വറകാവാതിരിക്കാൻ നമ്മൾ കൊണ്ട് എന്താണോ ചെയ്യാൻ സാധിക്കുക അതൊക്കെ ചെയ്യണം. എന്താണോ നമ്മളെ കൊണ്ട് ചെയ്യാനാവുക, നമ്മുടെ മക്കൾ വഴിതെറ്റി പോകാതിരിക്കാൻ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഹറാമുകൾ ഉണ്ടാവാതിരിക്കാൻ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമാകുന്ന തെറ്റുകൾ ഉണ്ടാവാതിരിക്കാൻ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ കൃത്യമായ ഈമാനും ഇഖ്ലാസും ഉണ്ടായിരിക്കാൻ എന്തൊക്കെയാണോ ആ കുടുംബത്തിനും കുട്ടികൾക്കും നമ്മൾ കൊടുക്കേണ്ടത് അത് കൃത്യമായിട്ട് കൊടുക്കാനും എത്തിച്ചു കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്താം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയിലേക്ക് തൻ്റെ വീട്ടിൽ നിന്നും പോന്നപ്പോൾ പ്രവാചകന്റെ കൈ പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെ പള്ളിയിലേക്ക് പോന്നു. ചെറിയ കുട്ടിയാണ്, 4-5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ കുട്ടിയാണ്. ആ കുട്ടി പ്രവാചകന്റെ കൂടെ പള്ളിയിലെത്തി. പിന്നെ ആ കുട്ടി എങ്ങോട്ടോ പോയി. കുറച്ചു കഴിഞ്ഞ് ആ കുട്ടി പ്രവാചകന്റെ മുമ്പിലേക്ക് തിരിച്ചു വന്നപ്പോ എന്തോ വായിലിട്ട് ചവച്ചുകൊണ്ടാണ് ആ കുട്ടി റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പേരക്കുട്ടിയോട് ചോദിച്ചു, മോനെ, എന്താണ് നീ കഴിക്കുന്നത്? എന്താണ് നിന്റെ വായിൽ? എന്താണ് തിന്നുന്നത്? ആ കുട്ടി തന്റെ നാവ് നീട്ടി കാണിച്ചു കൊടുത്തു. ഒരു കാരക്കയുടെ കഷ്ണം, ഒരു സാധാരണ കാരക്ക പഴുക്കുന്ന കാലത്ത് മദീനയിൽ നിർബാധം യഥേഷ്ടം കാരക്ക കിട്ടും, വീണ് കിടക്കുന്ന കാരക്കകൾ. ആ ഒരു കാരക്ക ആ കുട്ടി വായിലിട്ട് ചമച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ, ഈ കാരക്ക എവിടുന്നാ നിനക്ക് കിട്ടിയത്?
ആരാ നിനക്ക് തന്നത്? ഒരു കാരക്കയാണ്, അതിന് വില കൊടുക്കണ്ട, അത് മദീനയിൽ എല്ലായിടത്തും ലഭിക്കുന്ന സാധനമാണ്. എന്നിട്ടും പ്രവാചകൻ ചോദിച്ചു, ഇതാരാണ് നിനക്ക് തന്നത്? എവിടുന്നാ കിട്ടിയത്? ആ കുട്ടി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. മദീനത്തെ പള്ളിയുടെ ഒരു മൂലക്കയുണ്ട്, കാരക്ക ഒരു മല പോലെ കൊണ്ടുവന്ന് കൂട്ടിയേക്ക. ഒരുപാട് കാരക്കയുണ്ട്, അത് സക്കാത്തിന്റെ കാരക്കയാണ്. ഈത്തപ്പന കർഷകർ അവരുടെ സക്കാത്തിന്റെ വിഹിതം മദീനത്തെ പള്ളിയിൽ കൊണ്ടുവന്ന് കൂട്ടിയതാ, സക്കാത്തിന്റെ വിഹിതമായ കാരക്ക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബേജാറോടുകൂടി ആ കുട്ടിയോട് പറഞ്ഞു, മോനെ ആ കാരക്ക വേഗം തുപ്പിക്കളയാൻ ആ കുട്ടിയോട് പ്രവാചകൻ കൽപ്പിച്ചു. പക്ഷേ മധുരമുള്ള കാരക്ക ആ കുട്ടി തുപ്പാൻ കൂട്ടാക്കിയില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന പ്രവാചകനാണ്. കുട്ടികളുടെ സ്നേഹത്തിന് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന പ്രവാചകനാണ്. പക്ഷേ പ്രവാചകൻ ആ കുട്ടിയുടെ മുഖം ബലമായി പിടിച്ച് അവന്റെ വായിൽ നിന്ന് ആ കാരക്ക തോണ്ടി പുറത്തേക്കിട്ട്. കുട്ടിക്ക് സങ്കടായി. കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന കുട്ടിയോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മോനെ നിനക്കറിയില്ലേ, നമ്മുടെ കുടുംബത്തിന്, പ്രവാചകന്റെ കുടുംബത്തിന് സക്കാത്തിന്റെ വിഹിതമായ കാരക്ക തിന്നാൻ പാടില്ല. സക്കാത്തിന്റെ സ്വത്ത് പ്രവാചകന്റെ കുടുംബത്തിന് ഉപയോഗിക്കാൻ പാടില്ല, ഹറാമാണത്. ഈ ഹറാമായ സക്കാത്തിന്റെ വിഹിതത്തിൽപ്പെട്ട കാരക്ക നീ എന്തിനാണ് തിന്നത്? കൊച്ചുകുട്ടിയാണ്, 5 or 6 വയസ്സുള്ള കുട്ടി. പക്ഷേ ആ കുട്ടി പോലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് അത് തിരുത്തിയ മനോഹരമായ രൂപമാണ് നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്ക് സംഭവിക്കുന്ന ഒരു അപകടം എന്താണെന്നറിയോ? നമ്മുടെ കുട്ടികളുടെ മുഖം വാടാതിരിക്കാൻ, അവർക്ക് സങ്കടം വരാതിരിക്കാൻ അവർ ചോദിക്കുന്നത് എന്തും ചെയ്തു കൊടുക്കുക. അത് ഹറാമാണോ, അത് ഹലാലാണോ, അത് പാടുണ്ടോ, അത് പാടില്ലാത്തതാണോ എന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല. പ്രായമായ ഉമ്മമാരൊക്കെ പർദ്ദയും മഫ്തയും സലഫി പർദ്ദയും ഒക്കെ ഇട്ട് അവരങ്ങനെ നടക്കുമ്പോൾ അവരുടെ കൂടെ നടക്കുന്ന 15ഉം 18ഉം ഒക്കെ പ്രായമുള്ള നമ്മുടെ മക്കളുടെ വേഷത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പലപ്പോഴും നമ്മളുടെ പുരുഷന്മാരൊക്കെ മടമ്പുകാലിന് മീതെ മനോഹരമായ വസ്ത്രം ധരിച്ച് നടക്കുമ്പോൾ നമ്മുടെ കൂടെ നടക്കുന്ന 15ഉം 20ഉം ഒക്കെ പ്രായമുള്ള നമ്മുടെ ആൺകുട്ടികൾ ധരിച്ചിരിക്കുന്ന ആ പാന്റിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ലേ, മടമ്പിന്റെ താഴേക്ക് താന്നു കിടക്കുന്ന വസ്ത്രങ്ങൾ നരകത്തിന്റെ ഭാഗമാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടില്ലേ? നരകത്തിലേക്ക് പോകുന്ന വസ്ത്രങ്ങൾ ധരിച്ച് നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ ജീവിക്കുമ്പോൾ അരുതെന്ന് പറയാൻ, പാടില്ല എന്ന് പറയാൻ, ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കരുതെന്ന് നമ്മുടെ മക്കളോട് പറയാൻ നമുക്ക് എപ്പോഴെങ്കിലും ധൈര്യം തോന്നിയിട്ടുണ്ടോ? ബാങ്ക് കൊടുക്കുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോരുന്നവരാ നമ്മളിൽ പലരും. പക്ഷേ നമ്മൾ സുബഹി അടക്കം ജമാഅത്തായി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോരുമ്പോൾ നമ്മുടെ വീടിന്റെ ഉള്ളിൽ കൂർക്കം വലിച്ചുറങ്ങുന്ന നമ്മുടെ മക്കളെ, നമ്മുടെ പേരമക്കളെ ആ പള്ളിയിലേക്ക് വിളിക്കാൻ നമുക്കെപ്പെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമ്മൾക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് നമ്മൾ നിസ്കരിക്കുന്നത്. നമ്മുടെ മക്കളും സ്വർഗത്തിൽ പോകണമെങ്കിൽ അവർ നിസ്കരിക്കണം. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നരകത്തിൽ പോകുമെന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ നമ്മൾ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ ജീവന്റെ ജീവനായ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ സുബഹി പോലും നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ എന്തേ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമുക്കൊരു വേദന ഉണ്ടാവാത്തത്? എന്തേ ഒരു സങ്കടം ഉണ്ടാവാത്തത്? പള്ളിയിലേക്ക് കയറാതെ, വെള്ളിയാഴ്ചകളിൽ പോലും പള്ളിയിൽ കയറാതെ നമ്മുടെ മക്കള് സ്കൂളുകളിലും കോളേജുകളിലും സമയം ചെലവഴിക്കുമ്പോൾ എന്തേ നമ്മൾ അവരോട് ചോദിക്കാത്തത്? മക്കളെ, ഇന്ന് നിങ്ങൾ നിസ്കരിച്ചോ? ളുഹർ നിസ്കരിച്ചോ? അസർ നിസ്കരിച്ചോ? എന്തേ നമ്മൾ നമ്മുടെ മക്കളോട് ചോദിക്കാത്തത്? പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നാളെ നമ്മൾ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മുടെ മക്കളെ സ്വർഗത്തിൽ കാണാനില്ല. ആ മക്കൾ നരകത്തിലാണെന്നറിയുമ്പോൾ അത് നമ്മുടെ നെഞ്ചിലുണ്ടാക്കുന്ന വേദന അതെത്ര വലുതായിരിക്കുമെന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏതൊരു മാതാവാകട്ടെ, പിതാവാവട്ടെ, ബാപ്പയാവട്ടെ, ഉമ്മയാവട്ടെ, തൻ്റെ മക്കൾക്ക് അവർ കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനം, എൻ്റെ കുട്ടികൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം കോടികളുടെ ബാങ്ക് ബാലൻസ് അല്ല, ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയല്ല, 10,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള കൊട്ടാര സമാനമായ വീടല്ല, ലക്ഷങ്ങൾ വിലമതിക്കുന്ന കാറുകളല്ല. എൻ്റെ മക്കൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത് അദബുൻ ഹസൻ,
അദബുൻ ഹസൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാൻ ഈമാനുള്ള, ഇഖ്ലാസുള്ള, വിവരമുള്ള ഒരു മകനായി, ഒരു മകളായി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ നമ്മൾ അധ്വാനിക്കുക എന്നതാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുട്ടികൾ പാവങ്ങളാണ്, നമ്മുടെ കുട്ടികൾ പാവങ്ങളാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ അറിയോ? നമ്മൾ പറയൂ, എന്ത് പാവം, ഭയങ്കര വളവനാണവൻ, എന്തൊക്കെയാണ് അവൻ ചെയ്യുന്നത്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ കുട്ടികൾ ജീവിക്കുന്ന കാലഘട്ടമുണ്ടല്ലോ, വളരെ അപകടം പിടിച്ച കാലഘട്ടമാണ്. എല്ലാ വേണ്ടാത്തരങ്ങളും, എല്ലാ വൃത്തികേടുകളും, എല്ലാ ദുഷിച്ച കാര്യങ്ങൾക്കും ഇഷ്ടം പോലെ സ്വാതന്ത്ര്യമുള്ള, അവസരങ്ങളുള്ള, അതിന് പറ്റിയ സന്ദർഭങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ കുട്ടികൾ ജീവിക്കുമ്പോൾ അവർക്ക് തെറ്റുപറ്റിയാൽ അവരെ കുറ്റം പറയാൻ മാത്രം നമുക്ക് അവകാശമുണ്ടാവുകയില്ല. അവർക്ക് തെറ്റുപറ്റാതിരിക്കാൻ നമ്മൾ എന്ത് മുന്നൊരുക്കങ്ങളാണ് നടത്തിയത് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നോക്കൂ, നന്നായിട്ട് മഴ പെയ്യുന്ന ഒരു സമയം, ഈ ഓഡിറ്റോറിയത്തിന്റെ പുറത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ആ മഴയിലേക്ക് നമ്മുടെ കുട്ടികൾ ഇറങ്ങുമ്പോൾ ഒരു കൊടയെങ്കിലും അവരുടെ കയ്യിൽ കൊടുക്കാതെ, മോനെ മഴ നനയരുത് കേട്ടോ എന്ന് പറയുന്നതിന്റെ വിഡ്ഢിത്തത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നല്ല മഴ പെയ്യുന്ന ഇടത്തേക്ക് നമ്മുടെ മക്കൾ ഇറങ്ങുമ്പോ ഒരു കൊട പോലും കയ്യിൽ കൊടുക്കാതെ മക്കളെ മഴ നനയരുത് എന്ന് പറയുന്നതിന്റെ വിഡ്ഢിത്തം പോലെയാണ്. യാതൊരു മുന്നൊരുക്കങ്ങളുമില്ലാതെ, മതപരമായ അറിവുകളില്ലാതെ, ധാർമ്മികമായ വിദ്യാഭ്യാസമില്ലാതെ ഈ തിന്മകളുടെ ലോകത്തിലേക്ക് ആണും പെണ്ണും നിർബാധം ഇടകലർന്ന് ജീവിക്കുന്ന, എല്ലായിടത്തും ഇഷ്ടം പോലെ ലഹരിയും അതുപോലത്തെ വസ്തുക്കളും ലഭിക്കുന്ന, ഏത് തെറ്റ് ചെയ്യാനും ആരെയും പേടിക്കേണ്ടതില്ലാത്ത ഈ ലോകത്തേക്ക് നമ്മുടെ കുട്ടികൾ ഇറങ്ങിപ്പോകുമ്പോ ആ തെറ്റിൽ നമ്മുടെ മക്കൾ പെട്ടുപോകാതിരിക്കാൻ എന്ത് മുന്നൊരുക്കമാണ്, എന്തൊരു മുൻ ഒരുക്കങ്ങളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഒന്ന് ചിന്തിച്ചൂടെ? നമ്മൾ ജീവിച്ച പോലെയല്ലല്ലോ ഇപ്പത്തെ ജീവിതം. എല്ലാ തെറ്റുകൾക്കും എമ്പാടും അവസരങ്ങളുണ്ട്. ആളുകൾ കാണുമെന്നോ കണ്ടാൽ തന്നെ പ്രശ്നമോ ഒന്നുമില്ലാത്ത, ലജ്ജയില്ലാത്ത, ഹയാ എന്ന മനുഷ്യകുലത്തിനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആ ഗുണമുണ്ടല്ലോ, അതില്ലാത്ത മൃഗങ്ങളെപ്പോലെ മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു ലോകത്ത് നമ്മുടെ കുട്ടികൾ ജീവിക്കുമ്പോൾ ആ തെറ്റിലേക്ക് നമ്മുടെ കുട്ടികൾ പോകാതിരിക്കാൻ അവർക്ക് എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? നമ്മുടെ മക്കൾ പോകുന്ന വഴിക്കൊക്കെ CCTV ക്യാമറ ഘടിപ്പിച്ചിട്ട് നമ്മുടെ മക്കൾ അങ്ങോട്ട് പോകണ്ടോ ഇങ്ങോട്ട് പോകണ്ടോ എന്നൊന്നും നോക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയില്ല. പിന്നെ എന്താ പറ്റിയെന്നറിയോ? നമ്മുടെ മക്കൾക്ക് നമ്മൾ ബോധമുണ്ടാക്കി കൊടുക്കുക. ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ, അത് ഹറാമാണ്, ഇതാണ് ഹലാല്, അത് ചെയ്യരുത്, അത് നരകത്തിലെത്തിക്കും. നല്ല പാഠങ്ങൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. മാത്രമല്ല, നമ്മുടെ വീടകങ്ങളിൽ, നമ്മുടെ വീടുകളിൽ ഇസ്ലാമിൻ്റെ നല്ല ജീവിക്കുന്ന ഉദാഹരണങ്ങൾ ഉണ്ടാവണം. അനിസ്ലാമികമായ പ്രവണതകൾക്ക്, അനിസ്ലാമികമായ ഏർപ്പാടുകൾക്ക്, ഇസ്ലാം വിരോധിച്ച ഒന്നും നമ്മുടെ വീടുകളിലില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മുടെ ടെലിവിഷനുകൾ, നമ്മുടെ മൊബൈൽ ഫോണുകൾ, നമ്മുടെ ഇന്റർനെറ്റുകൾ, സോഷ്യൽ മീഡിയകളൊക്കെ ഹറാമുകളും വേണ്ടാത്തരങ്ങളും വൃത്തികേടുകളും കുടുംബത്തിന്റെ കൂടെ ഇരുന്ന്, മക്കളുടെ കൂടെ ഇരുന്ന് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നാളെ പരലോകത്ത് 3 വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അള്ളാഹു നോക്കുകയേ ഇല്ല. 3 വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, അവരെ അള്ളാഹു നോക്കുകയേ ഇല്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ, അള്ളാഹുവിന്റെ കനിവിന്റെ ഒരു നോട്ടം പോലും അവർക്ക് കിട്ടൂല. അവർ നേരെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരാ. 3 വിഭാഗം ആളുകൾ. ആ 3 വിഭാഗങ്ങളിൽ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദയ്യൂസ്. ഈ പദം അറബികൾക്കിടയിൽ അത്ര സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദമല്ല. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് പ്രവാചകനോട് ചോദിച്ചു, റസൂലേ, ദയ്യൂസ് എന്ന് പറഞ്ഞാൽ ആരാണ് ദയ്യൂസ്? നോക്കൂ, ആ ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണം. ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകുമോ എന്ന്. ആരാണ് ദയ്യൂസ് എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ ഹബീബിന്റെ മറുപടി, സ്വന്തം കുടുംബത്തിൽ വൃത്തികേടുകളും തോന്നിവാസങ്ങളും ഉണ്ടാവാൻ വേണ്ടി
പ്രയത്നിച്ച ഒരു കുടുംബനാഥൻ. നമ്മുടെ വീട്ടില് സ്വീകരണ മുറിയിൽ വലിയ സ്ക്രീന് പോലത്തെ വലിയ ടെലിവിഷനുകളിൽ കുടുംബത്തോടൊപ്പം സിനിമ കാണുന്നവരാണോ നിങ്ങൾ? വൃത്തികെട്ട പരിപാടികൾക്ക് കുടുംബത്തിന്റെ കൂടെ സന്ദർശിക്കാൻ പോകുന്നവരാണോ നിങ്ങൾ? ആണും പെണ്ണും വ്യത്യാസമില്ലാത്ത ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പാലിക്കാത്ത ചടങ്ങുകളിലേക്ക് നമ്മുടെ കുട്ടികളെ നിർബാധം പറഞ്ഞു കൊടുക്കുന്നവരാണോ നിങ്ങൾ? ഇസ്ലാമികമായി മറക്കുവാൻ ആവശ്യപ്പെട്ട ശരീരഭാഗങ്ങൾ മറക്കാത്ത വസ്ത്രങ്ങൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നവരാണോ നിങ്ങൾ? മഹ്റമില്ലാതെ യാത്ര ചെയ്യരുത് എന്ന് അള്ളാഹുവിന്റെ മതം വിലക്കിയ യാത്രകളിലേക്ക് നമ്മുടെ പ്രായപൂർത്തിയുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നിർബാധം പറഞ്ഞയക്കുന്നവരാണോ നിങ്ങൾ? അത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ വീടുകളിൽ വേണ്ടാത്തരങ്ങളും വൃത്തികേടുകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ നമ്മൾ മാത്രമാണ്. അപ്പോ നമുക്ക് പറയുന്ന പേരാണ് അദ്ദയ്യൂസ്. ആ ആളുകളെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം പോലും അവർക്കുണ്ടാവുകയില്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മനസ്സിന്റെ ഉള്ളിൽ കൊത്തിവെക്കുക, എൻ്റെ കുടുംബത്തിലെ ഒരാൾ പോലും നരകത്തിന്റെ വിറകാവുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തിലെ ഒരാളും നരകാവകാശിയായി ജീവിച്ചുകൂടാ. എൻ്റെ കുടുംബം മുഴുവനും നാളെ സ്വർഗത്തിലുണ്ടാവണം എന്ന് ആഗ്രഹിക്കാൻ നമുക്ക് പറ്റണം. നോക്കൂ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ച ഒരു ചെറിയ ആയത്തുണ്ട്. ആ ആയത്തിന്റെ അർത്ഥം പറയുമ്പോൾ എനിക്ക് അനുവദിക്കപ്പെട്ട സമയം അവസാനിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന മനോഹരമായ ഒരു സംഗതിയെക്കുറിച്ചാണ് ആ ആയത്ത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നാളെ സ്വർഗത്തിലെത്തുമ്പോ അവിടെ കാണുന്ന മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. ഇതില് ചില ആളുകളൊക്കെ പണ്ട് ഗൾഫിൽ പോയ ആൾക്കാരുണ്ടാവും. 1980കളിലോ 1990കളിലോ ഒക്കെ വിദേശത്ത് ജോലിക്ക് പോയ ആൾക്കാർക്കറിയാം. അന്ന് കുടുംബത്തിന്റെ ഫാമിലി സ്റ്റാറ്റസോടുകൂടി വിദേശത്ത് ജോലി ചെയ്യാൻ വളരെ അപൂർവം ആളുകൾക്കേ ഭാഗ്യം ഉണ്ടാവുള്ളൂ. വലിയ പണക്കാർക്ക്, അല്ലാത്തവരൊക്കെ സ്വന്തമായിട്ട് 2-3 കൊല്ലം അവിടെ നിൽക്കുക, എപ്പോഴെങ്കിലും നാട്ടിൽ വന്ന് കുടുംബത്തെ കണ്ട് സങ്കടപ്പെട്ട് തിരിച്ചു പോകുക, അങ്ങനത്തെ ഒരു കാലം. അങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഗൾഫിൽ ഒരു പെരുന്നാളിനോ മറ്റു ദിവസത്തിലോ ഒരു സുഹൃത്ത് നമ്മളെ അവന്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ട് 3-4 കൊല്ലായത് വിചാരിക്കും. നമ്മുടെ ഭാര്യയെ കണ്ടിട്ട്, മാതാപിതാക്കളെ കണ്ടിട്ട്, മക്കളെ കണ്ടിട്ട് ഒരു 3-4 കൊല്ലമായി എന്ന് വിചാരിക്കുക. ഈ സുഹൃത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവന്റെ ഉമ്മ, അവന്റെ ഉപ്പ, അവന്റെ മക്കള്, അവന്റെ ഭാര്യ എല്ലാവരും ആ വീട്ടിലുണ്ട്. സന്തോഷത്തോടു കൂടി ഇത് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത വേദന ഉണ്ടാവൂലേ? പടച്ചോനെ, എന്തൊരു സുഖാണ് ഇവർക്കൊക്കെ, എന്തൊരു സന്തോഷ, എല്ലാവരും ഇവിടെ ഉണ്ട്, എല്ലാവരുടെ കൂടെയും പെരുന്നാൾ ആഘോഷിക്കുക. ഞാൻ എൻ്റെ മക്കളെ കണ്ടിട്ട് കാലത്രയായി, എൻ്റെ ഭാര്യയെ കണ്ടിട്ട്, എൻ്റെ മാതാപിതാക്കളെ കണ്ടിട്ട് എത്ര കാലായി നമ്മൾ സങ്കടപ്പെടൂലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വർഗത്തിലെത്തുമ്പോൾ ചില കുടുംബങ്ങളെ കാണും. സ്വർഗത്തിൽ ചില കുടുംബങ്ങളെ കാണും. ആ കുടുംബത്തിന്റെ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ. അല്ലാഹു പറയുന്നത് വയതൂഫു അലൈഹിം ഇൽമാനുൽ ലഹും കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ. ആ കുടുംബങ്ങളിൽപ്പെട്ട കുട്ടികളെ, ആ കുടുംബങ്ങളിലെ കുട്ടികൾ നല്ല മുത്തുമണികൾ പോലെ സ്വർഗത്തിൽ ഇങ്ങനെ ഓടിക്കളിച്ച് തുള്ളിച്ചാടി സന്തോഷത്തോടുകൂടി ആ കുടുംബം വല്ലാത്ത ഒരു സന്തോഷത്തിലാണ്. അപ്പോ ചില ആൾക്കാർ ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ ഈ ഭാഗ്യം കിട്ടിയത്? എല്ലാവരും ഭാര്യയും ഭർത്താവും ഉമ്മയും ബാപ്പിയും മക്കളും പേരമക്കളും എല്ലാവരും സ്വർഗത്തില്, അനന്തമായ സ്വർഗത്തില്, അവസാനമില്ലാത്ത സുഖത്തില് അവരെല്ലാവരും ഉണ്ട്. അത് കാണുമ്പോ ആൾക്കാർ ചോദിക്കുക, നിങ്ങളെങ്ങനെ എല്ലാവരും സ്വർഗത്തിലെത്തിയത്? നോക്കൂ നിങ്ങൾ, അവര് പറയുന്ന ഒരു മറുപടി ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. ആ മറുപടി പറയാൻ ഈ ലോകത്ത് നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചാൽ നാളെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ അനന്തമായി നമുക്ക് ജീവിക്കാം. അവർ പറയുന്ന മറുപടി അവർ പറയുന്ന മറുപടി ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുഷ്ഫിഖീൻ. ഞങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത്, കുടുംബമായി ജീവിച്ചിരുന്ന കാലത്ത്, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ച് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന്, ഹറാമായ കാര്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ വിലക്കി ഞങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ജീവിക്കുന്നവരായിരുന്നു.
അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ സ്വർഗത്തിൽ, അനശ്വരമായ സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ചു ജീവിക്കാൻ ഭാഗ്യം കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, നാളെ നമ്മൾ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ അവിടെ വേണ്ടേ? നമ്മുടെ മക്കളൊക്കെ അവിടെ ഉണ്ടാവണ്ടേ? നമ്മൾ പ്രിയപ്പെട്ടവരുണ്ടാവണ്ടേ? ഒരുപാട് ആളുകളുണ്ട്, മൂത്ത മകനെ കാണാനില്ല, ചെറിയ മകനെ കാണാനില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? അവർ നരകത്തിലാണെന്നാ. നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരാളും നരകത്തിൽ വീണു പോകാതെ സ്വർഗത്തിൽ മനോഹരമായിട്ട് ജീവിക്കുന്നത് ഒന്ന് മനസ്സിൽ ആലോചിച്ചു നോക്കൂ. ഭയപ്പാടില്ലാത്ത, സങ്കടങ്ങളില്ലാത്ത, രോഗങ്ങളില്ലാത്ത, വാർദ്ധക്യമില്ലാത്ത, പട്ടിണിയില്ലാത്ത, മരണമില്ലാത്ത, ഒരിക്കലും അവസാനിക്കാത്ത സ്വർഗത്തിൽ യാതൊരു ഭയപ്പാടുമില്ലാതെ നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നത് നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ചു നോക്കൂ. അത് നടക്കണമെങ്കിൽ, ആ ആഗ്രഹം പൂർത്തിയാവണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ മതം ജീവിച്ചിരിക്കണം. അള്ളാഹുവിൻ്റെ ദീന് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാവണം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാവണം. അള്ളാഹു വിരോധിച്ചതൊന്നും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. അതിനുള്ള ഒന്നാമത്തെ മാർഗമാണ് ഈ സ്ഥാപനം. ഇത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത് ധാർമ്മികമായ ബോധമാണ്. അധാർമികതകളും വേണ്ടാത്തരങ്ങളും അന്ധകാരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഇരുണ്ട ഈ ലോകത്ത് നമ്മുടെ മക്കൾക്ക് നമ്മുടെ മതത്തിന്റെ പ്രകാശം കിട്ടണമെങ്കിൽ, സ്വർഗത്തിന്റെ വഴി കിട്ടണമെങ്കിൽ, സിറാത്തുൽ മുസ്തഖീം കിട്ടണമെങ്കിൽ അവർക്ക് കൃത്യമായ മതവിദ്യാഭ്യാസം കൊടുക്കണം, മതബോധം കൊടുക്കണം, ധാർമ്മികമായ ശിക്ഷണം കൊടുക്കണം. ഇസ്ലാമിന്റെ മൂല്യങ്ങളിൽ നമ്മൾ അവരെ വളർത്തി വലുതാക്കാൻ ശ്രമിക്കണം. അത്തരം ശ്രമങ്ങൾക്കാണ് ഇവിടെ നമ്മൾ പറഞ്ഞ പരിചയപ്പെട്ട ഈ ഗിഫ്റ്റ് ഇസ്ലാമിക് അക്കാദമി, അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ അവർ ശ്രമിക്കുന്നത് നമ്മുടെ കുട്ടികൾ വഴിതെറ്റാതിരിക്കാൻ വേണ്ടിയാണ്, അവരുടെ ധാർമ്മികത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. സിറാത്തുൽ മുസ്തഖീമിന്റെ മനോഹരമായ വഴിയിലൂടെ ആ മക്കളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, മാതാപിതാക്കളെ, നമുക്ക് നിർബന്ധമുണ്ടാവണം, നമ്മൾ ഭാഗ്യവാന്മാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യന്മാർ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മളുടെ മക്കൾ ഖുർആൻ പഠിക്കുകയാണ്, നമ്മുടെ മക്കൾ ഇസ്ലാം മതം പഠിക്കുകയാണ്, നമ്മുടെ മക്കൾ സ്വർഗത്തിലേക്കുള്ള വഴിയെക്കുറിച്ച് പഠിക്കുകയാണ്, നമ്മുടെ മക്കൾ നരകത്തെ പേടിക്കാൻ പഠിക്കുകയാണ്. ആ പഠനം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ നാളെ ആ മക്കൾ പരലോകത്ത് നമുക്ക് ഉപകരിക്കും. ആ മക്കളുടെ പ്രാർത്ഥന നാളെ പരലോകത്തോളം നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ സമ്പാദ്യങ്ങളും നമ്മുടെ സ്വത്തും നമ്മുടെ വീടും ഒക്കെ ഉപേക്ഷിച്ച് നമ്മൾ നാളെ ഇരുട്ടുള്ള ഖബറിന്റെ ഉള്ളിലേക്ക് എത്തിപ്പെടുമ്പോഴും അവിടെയും നമുക്ക് ആശ്വാസമായി വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ ഒരു കുട്ടി. നമ്മൾ മരിച്ചു പോകുമ്പോഴേ എത്ര ഏക്കർ എസ്റ്റേറ്റ് ഉണ്ട്, ബാങ്കിൽ എത്ര കോടി ഉറുപ്പികയുണ്ട്, ഇതല്ല പ്രശ്നം. അതൊക്കെ ഇവിടെ നാട്ടുകാർ ഓരി വെച്ചെടുക്കും. നമുക്ക് ഉപകാരപ്പെടുക, പടച്ചോനെ എൻ്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ മാതാപിതാക്കളോട് കരുണ കാണിക്കണേ, എൻ്റെ മാതാപിതാക്കളുടെ ഖബറിനെ വിശാലമാക്കണേ, എൻ്റെ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രം ഈമാനുള്ള, ഇഖ്ലാസുള്ള ഒരു കുട്ടിയെ ഈ ലോകത്ത് വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ കോടീശ്വരന്മാരായിട്ട് മാറും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ, അവർക്ക് വേണ്ടിയുള്ള ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒന്നാമത്തെ ബോധം, എൻ്റെ കുടുംബത്തിലെ ഒരാളും നാളെ നരകത്തിൻ്റെ വരകാവാൻ പാടില്ല. സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ എന്തൊക്കെയാണോ ഞാൻ ചെയ്യേണ്ടത് അതൊക്കെ ഞാൻ ചെയ്യും. അത് ചെയ്യണം. മതപരമായ കാര്യങ്ങളിൽ കണിശതയുണ്ടാവണം. മതപരമായ നല്ല വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. എല്ലാത്തിനും അപ്പുറം അല്ലാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. ഈ ലോകത്തും നാളെ പരലോകത്തും സന്തോഷകരമായ ജീവിതം നയിക്കാൻ സ്വാലിഹായ കുടുംബത്തെ, മക്കളെയും ഇണകളെയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പടച്ച റബ്ബിനോട്
റബ്ബിനോട് നെഞ്ചുരുകി പ്രാർത്ഥിക്കാൻ നമ്മൾ മറക്കരുത്. ഈ സ്ഥാപനവും അതിൻ്റെ പ്രവർത്തനങ്ങളും ഒരു ഉത്തമ സമൂഹത്തിനെ വാർത്തെടുക്കുവാൻ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥാപനത്തിൻ്റെ പിന്നിലെ ഞാനും ഒരു സ്ഥാപനം ഇതുപോലെ നടത്തുന്ന ഒരു സാധാരണ വ്യക്തിയാണ്. എനിക്കറിയാം അതിൻ്റെ പിന്നിലെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ പിന്നിൽ കഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ. നിലനിൽക്കാനും വളരാനും പുരോഗതി പ്രാപിക്കാനും സമൂഹത്തിന് ദിശ കാണിച്ചു കൊടുക്കാനും ശക്തിയും കരുത്തുമുള്ള ഒരു സ്ഥാപനമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. அல்ஹம்துலில்லாஹ் அல்ஹம்துலில்லாஹ். உங்களுடைய எல்லாருடைய எதிர்பார்ப்பும் வீண் போகலை இல்லையா? அல்ஹம்துலில்லாஹ். நம் நெஞ்சை தட்டிய சில வரிகளும் வார்த்தைகளும் நாம் எப்படி வாழ வேண்டும், நம்மளுடைய மக்கள் எப்படி வாழ வேண்டும் என்பதை மிக தெளிவாக